മുനിപ്പാറയിലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ്. അതിന് കാരണം അശ്വത്ഥാമാവിനെ കുറിച്ച് പുതിയതായി കിട്ടിയ ചില അറിവുകളിലുണ്ടായ പ്രചോദനമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ അടുത്ത സമയത്ത് കൽക്കി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. ഞാൻ അത് കണ്ടത് ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് അശ്വത്ഥാമാവിൻ്റെ സവിശേഷതകളും വിശേഷങ്ങളും ഒക്കെ കൂടുതൽ അറിയണമെന്നും ഈ മുനിപ്പാറ ഒന്നുകൂടി ഷൂട്ട് ചെയ്തിടണമെന്നും എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായി. കാരണം ഈ വീഡിയോ ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങളെൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ കൂടുതൽ വ്യക്തതയോടുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, നമുക്കപ്പോൾ നേരെ മുനിപ്പാറയിലേക്ക് പോകാം. റോഡരികില് വണ്ടി നിർത്തി നമ്മൾ ആദ്യമേ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അറബിക്കടലിന്റെയും ഒരു പാറക്കുളത്തിന്റെയും ഒക്കെ മനോഹരമായ പ്രകൃതി ഭംഗിയാണ്. ആ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമ്മൾ തിരിഞ്ഞ് മുനിപ്പാറയിലേക്കുള്ള വഴിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് റോഡിന്റെ ഒരു ഭാഗത്ത് ഈ പാറക്കുളവും അറബിക്കടലും ഒക്കെ ഒരു ഭാഗത്ത് നിന്ന് കാണാം, മറുഭാഗത്താണ് മുനിപ്പാറ. അശ്വത്ഥാമാവ് മുനിപ്പാറ സംരക്ഷണ സമിതി രജിസ്റ്റർ നമ്പരും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുനിപ്പാറ കല്ലടിച്ചാമൂല വെള്ളായണി PO, അതായത് വെള്ളായണി പോസ്റ്റിൽ ഉള്ളതാണ് ഇത്. ഇതില് ഒരു ചെറിയ വഴിയാ കേട്ടോ. ഇതുവഴി നമുക്ക് കാറോ അല്ലെങ്കിൽ കാറൊന്നും പോകത്തില്ല, ബൈക്ക് വേണമെങ്കിൽ കയറിപ്പോകും. വലതുഭാഗത്തായിട്ട് വിജനമായ ഭൂമിയാ, അത് കാട് പിടിച്ചു കിടക്കുക വലതു സൈഡിലുള്ള പ്രദേശം മൊത്തം. ഇടത് സൈഡില് സ്വകാര്യ ഭൂമികളാണ്, അവിടെ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ വലതുഭാഗത്ത് കാണുന്ന ഭൂമിയൊക്കെ ഈ മുനിപ്പാറയുടെ തന്നെ ഭൂപ്രദേശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സംരക്ഷിത പ്രദേശമായിട്ട് നിലനിൽക്കുന്നതാവാം. ഇവിടെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ല, ഒരു മാവ് റോഡിലോട്ട് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ആ മാവ് കാണാൻ. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഇടത് സൈഡിൽ ഒരു വീടുണ്ട്. ആ വീടിനോട് ചേർന്ന് തന്നെ അതിന്റെ തൊട്ട് മുന്നിലായിട്ട് അവര് തന്നെ ചെറിയൊരു ടാങ്ക് പോലെ, പല ടാങ്കുകൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആമ്പല്, അതായത് ജലത്തിൽ വളരുന്ന വെള്ളത്തിൽ വളരുന്ന പല ചെടികളും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വളർത്തുന്നുണ്ട്. കണ്ടില്ലേ, ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അവർ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെടികളും കാര്യങ്ങളും ഒക്കെ വെച്ച്, ചെറുതാണെങ്കിലും അതൊരു കള്ളിമുൾ ചെടി, ചെറുതാണെങ്കിലും അത് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ കണ്ടില്ലേ, ഇങ്ങോട്ട് കയറി വന്ന 2 വീലർ തന്നെ വരുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് അഭ്യാസം പഠിച്ചവർക്ക് ഇതുവഴി കയറി വരാൻ പറ്റുള്ളൂ, 2 വീലറെ പോലും. ഈ ഭാഗത്തൂടെ തന്നെ വീടുകളുമുണ്ട്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ താമസക്കാരുണ്ട് കേട്ടോ. പക്ഷെ ഈ കാട് പിടിച്ച വഴി കൂടെ വേണം എല്ലാവർക്കും പോവാൻ. ഈ ഒരു വഴിയേ ഉള്ളെന്ന് തോന്നുന്നു. 2 സൈഡിലും കണ്ടില്ല, നല്ല കാടാ. ഇത് ശരിക്കും നമ്മള് വലത് ഭാഗത്തോട്ട് തിരിഞ്ഞു വേണം മുനിപ്പാറയിലേക്കുള്ള ഒറിജിനൽ വഴി. ഇവിടെ കുറച്ച് പാറക്കെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതുവഴി ഇങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നില്ല. കാരണം ഈ പാറക്കെട്ടുകൾക്ക് ആ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഈ മുനിപ്പാറ എന്ന് പറയുന്ന ഒരു സംരക്ഷിത മേഖല ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് പതുക്കെ ഒന്ന് തപ്പിപ്പിടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതാണ് മുനിപ്പാറയിലേക്കുള്ള നടവഴി. 2 സൈഡും കാട് പിടിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു സംരക്ഷിത മേഖലയിലോട്ട് സഞ്ചരിക്കുന്നതായിട്ട് പോലും നമുക്ക് തോന്നത്തില്ല. ഒരു ക്ഷേത്രത്തിലോട്ട് പോവാണ് അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക കേന്ദ്രത്തിലോട്ട് പോവാണെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്ക് കാട് പിടിച്ചു കിടക്കുക 2 സൈഡും. പക്ഷെ ഇതൊക്കെ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഉപയോഗിക്കാവുന്ന സ്ഥലങ്ങളാണ്. കാരണം പുരാതനമായ പല ആധ്യാത്മികവും പൗരാണികവുമായ പല ചരിത്രങ്ങളും ഉറങ്ങുന്ന ഒരു പ്രദേശമല്ലേ. അപ്പൊ ഇതൊക്കെ ശരിക്കും ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായത്. ഇതേ രീതിയിൽ തന്നെ, അതായത് ഈ പ്രകൃതി ഭംഗിക്ക് ഒന്നും ഒരു ഭംഗവും സംഭവിക്കാതെ തന്നെ ഇതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല രീതിയിൽ. കണ്ടില്ലേ, അവിടെ ഒരു ചെറിയ ഷെഡ് പോലൊക്കെ ഉണ്ട്.
ഈ കാട്ടിനുള്ളിൽ കൂടെ നമ്മൾ കയറി, കണ്ടില്ലേ, ഇത്രയ്ക്ക് പരിതാപകരമായ അവസ്ഥയിലാണ് ഇതിന്റെ ഒരു നടവഴി എന്ന് പറയുന്നത്. ശരിക്കും ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടിരുന്നെങ്കിൽ, കണ്ടില്ലേ, ഓക്സിജന്റെ തന്നെ കലവറ എന്ന് പറയപ്പെടുന്ന നല്ല അടിപൊളി ഒരു ആൽമരം. ഇത് അരയാലാണ്. അത് കൂടാതെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു വേരാലല്ല, ഒരു വേരാലും, ഒരു വലിയ വേരാലും അതുകൂടാതെ ഒരു ചെറിയ വേരാലും ഉണ്ട്. കണ്ടില്ലേ, ആൽത്തറയൊക്കെ നല്ല ഭംഗിയായിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കയറി വരുന്ന സമയത്ത് ഇതിന് ഉൾപ്രദേശമൊക്കെ കുറച്ച് ഭംഗിയായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പുറത്തു നിന്ന് കഴിഞ്ഞാൽ അകത്തോട്ട് വരാനായിട്ട് ആൾക്കാരെ ആകർഷിക്കത്തക്ക തരത്തിൽ ഇങ്ങനെ ഒരു പ്രദേശം ഉണ്ടെന്ന് തോന്നിക്കത്തക്ക തരത്തിലുള്ള ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ വെളിയിൽ, വേറൊന്നും ഇല്ല അവിടെ. കണ്ടില്ലേ, വഞ്ചി വെച്ചിട്ടുണ്ട്. അത് വേരാലാണ്, വേരാലിന്റെ അടിയിലാണ് ആ വഞ്ചിയൊക്കെ ഇരിക്കുന്നത്. കണ്ടില്ലേ, അടിപൊളി കേട്ടോ. സത്യം പറഞ്ഞ പ്രകൃതിയിലെ ഓക്സിജന്റെ കലവറയാണ് ഇതൊക്കെ അല്ലേ. ഇനി നമുക്ക് അശ്വത്ഥാമാവിന്റെ പുരാണത്തിലെ ചില കഥകൾ, അല്ലെങ്കിൽ അശ്വത്ഥാമാവ് ആരാണ്, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ അശ്വത്ഥാമാവിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ദ്രൗണി എന്നാണ്. സത്യത്തിലെ മഹാഭാരതത്തിലെ ദ്രോണന്റെയും കൃപിയുടെയും മകനാണ് അശ്വത്ഥാമാവ്. ഇതിഹാസത്തില് കൗരവരിൽ മൂത്തവനായ ദുര്യോധനന്റെ സുഹൃത്തായിട്ട് അദ്ദേഹം സേവിക്കുന്നു. പിതാവായ ദ്രോണരിൽ നിന്ന് കൗരവരോടും പാണ്ഡവരോടുമൊപ്പം യുദ്ധം അഭ്യസിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർക്കെതിരെ കൗരവരുടെ പക്ഷത്തു നിന്ന് പോരാടിയ ഒരു മഹാരഥിയാണ് ശരിക്കും പറഞ്ഞാല് ഈ അശ്വത്ഥാമാവ്. ഇവിടെ കണ്ടില്ലേ, നെറ്റൊക്കെ ഇട്ട് നമ്മൾ ഈ മഞ്ഞുമ്മൽ ബോയ്സിലെ ഗുണാക്കർവിനെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കുഴികള്, അത് മുകളിൽ നെറ്റൊക്കെ ഇട്ട് സംരക്ഷിച്ചിരിക്കുക. കാരണം അങ്ങോട്ട് വീണാൽ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റുമായിരിക്കാം. ഞാൻ അതിനകത്തോട്ട് നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളം ഇപ്പം നിറഞ്ഞു കിടക്കുകയാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കുമോ എന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇത് ഒരു ഗുഹ പോലെ ഇതിനകത്തൂടെ ഊളിയിട്ട് ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ഭാഗത്തോട്ട് ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. കണ്ടാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ പേടി വരും കേട്ടോ. ഞാനിത് കാണുമ്പം എനിക്ക് ആ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. ദൈവമേ, കണ്ടോ, ഇവിടെ ഈ പാറക്കെട്ടുകളും കിടന്ന് നമ്മൾ മേപ്പോട്ട് പോവാണ്. ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ ശ്രമിച്ചതിന് കൃഷ്ണനാൽ അനശ്വരതയാൽ ശപിക്കപ്പെട്ടു എന്നാണ് അശ്വത്ഥാമാവിനെ കുറിച്ച് പറയപ്പെടുന്നത്. അശ്വത്ഥാമാവിന് നാരായണാസ്ത്രം, ബ്രഹ്മാസ്ത്രം, ബ്രഹ്മശിരാസ്ത്രം തുടങ്ങി നിരവധി ദിവ്യായുധങ്ങളെ കുറിച്ച് അറിവ് ലഭിച്ചിരുന്നു. ഇവിടെ കണ്ടില്ലേ, മരത്തിൽ കുറച്ച് മണികളും കാര്യങ്ങളും ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. കൊള്ളാം. പിന്നെ ഈ മഹാഭാരതത്തിലെ ഒരു ഇതനുസരിച്ച്, മഹാഭാരതം കഥയിലെ ഒരു രീതി അനുസരിച്ച് അശ്വത്ഥാമാവ് എന്നാൽ കുതിരയുടേതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ശബ്ദം എന്നാണ്. അവൻ ജനിച്ചപ്പോഴ് ഒരു കുതിരയെ പോലെ നിലവിളിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനാലാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെയാണ് അശ്വത്ഥാമാവിന്റെ ഒരു സങ്കല്പം വെച്ചിട്ടുണ്ട്. ഇവിടെ ശിവഭഗവാന്റെ ഒരു ശിവലിംഗം വെച്ചിട്ടുണ്ട്. ദ്രോണരുടെയും കൃപയുടെയും പുത്രനായിരുന്നു അനശ്വരനായ അശ്വത്ഥാമാവ്. ഒരു വനത്തിലെ ഗുഹയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലെ തപകേശ്വർ മഹാദേവ ക്ഷേത്രത്തില് ആണ് അത് പറയപ്പെടുന്നത്. അവിടെയാണ് ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് കണ്ടില്ലേ, അങ്ങ് ദൂരെ നമ്മുടെ വെള്ളായണി കായലും കുറച്ച് കൃഷിപ്രദേശങ്ങളും ഒക്കെ ആയിട്ട് മനോഹരമായ പ്രകൃതി ഭംഗിയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. എന്തൊരു രസമെന്നറിയാം. അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ പർപ്പസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒരു ഭയങ്കരമാണ്. പിന്നെ ദ്രോണര് ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് വർഷങ്ങളോളം കഠിന തപസ് ചെയ്തു. അതായത് അത് ചെയ്തതിന്റെ ഉദ്ദേശം, ആ തപസ് അനുഷ്ഠിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ശിവന്റെ അതേ വീര്യമുള്ള ഒരു പുത്രനെ ലഭിക്കാനായിട്ടാണ്. ഇവിടെ കണ്ടില്ലേ, ഹനുമാൻ, സിദ്ധി ഹനുമാൻ, അതുപോലെ തന്നെ ഗണപതി, ഇങ്ങനെ 3 പേരുടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. നെറ്റിയില് ഒരു ദിവ്യരത്നവുമായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അത് മനുഷ്യരെക്കാൾ താഴ്ന്ന എല്ലാ ജീവജാലങ്ങളുടെയും മേൽ അധികാരം നൽകി അവന്. അത് അവനെ വിശപ്പ്, ദാഹം, ക്ഷീണം, വാർദ്ധക്യം, രോഗങ്ങൾ, ആയുധങ്ങൾ, ദേവതകൾ എന്നിവയിൽ നിന്ന് സംരക്ഷിച്ചു. രത്നം അവനെ ഏതാണ്ട് അജയ്യനും അനശ്വരനുമാക്കി. യുദ്ധത്തില് വിദഗ്ധനായിരുന്നിട്ടും ദ്രോണർ പണമോ സ്വത്തോ കുറവുള്ള ഒരു ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. തൽഫലമായിട്ട് അശ്വത്ഥാമാവിന് ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു.
അവന്റെ കുടുംബത്തിൽ പാൽ പോലും വാങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ കുടുംബത്തിന് മെച്ചപ്പെട്ട ജീവിതം നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് ദ്രോണർ തന്റെ മുൻ സഹപാഠിയും സുഹൃത്തുമായ ദ്രുപദനിൽ നിന്ന് സഹായം തേടാൻ പാഞ്ചാല രാജ്യത്തേക്ക് പോയി. താൻ രാജാവാകുമ്പോൾ രാജ്യത്തിന്റെ പകുതി അവനുമായി പങ്കിടാമെന്ന് ദ്രോണന് വാഗ്ദാനം ചെയ്തു. എന്നിരുന്നാലും ദ്രോണനെ അപമാനിച്ചുകൊണ്ട് ഒരു രാജാവും ഭിക്ഷക്കാരനും സുഹൃത്തുക്കളാകാൻ കഴിയില്ലെന്ന് ദ്രുപദൻ സുഹൃത്തുക്കളെ ശാസിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം ദ്രോണരുടെ ദയനീയാവസ്ഥ കണ്ട കൃപ ദ്രോണരെ ഹസ്തിനപുരത്തിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ദ്രോണർ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവാകുന്നു. അശ്വത്ഥാമാവും ഇവർക്കൊപ്പം യുദ്ധകലയില് പരിശീലനം നേടിയിരുന്നു. അശ്വത്ഥാമാവ് വിവിധ രഹസ്യങ്ങളും ദിവ്യ ആയുധങ്ങളും പഠിച്ചുകൊണ്ട് യുദ്ധത്തിൽ വിദഗ്ധനാകുന്നു. ഈ പാറക്കെട്ടിന്ന് താപ്പോട്ട് നോക്കിയാ കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ നമുക്ക് പേടി വരും കേട്ടോ. അത്രയ്ക്ക് നല്ല കുഴിയാ എൻ്റെ അമ്മോ. സത്യം പറഞ്ഞാൽ ഇതുവഴി ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പം പണി കിട്ടും. ഇവിടെ നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ ഒരു ചെമ്പക മരം, അതിന്റെ ചുവട്ടില് ഒരു പ്രതിഷ്ഠയല്ല, ഒരു സങ്കല്പമാണ്. അവിടെ വിളക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്തായാലും നമുക്ക് താഴോട്ട് ഒന്ന് ഇറങ്ങി മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാം. അതിനിടയ്ക്ക് നമുക്ക് അശ്വത്ഥാമാവിന്റെ ബാക്കി കഥകളൂടെ നമുക്ക് കേൾക്കാം. രാജകുമാരന്മാരോടൊപ്പമുള്ള സമയത്ത് ദുര്യോധനൻ അശ്വത്ഥാമാവിന്റെ കുതിരകളോടുള്ള ഇഷ്ടം നിരീക്ഷിക്കുകയും നന്നായി വളർത്തപ്പെട്ട ഒരു കുതിരയെ സമ്മാനമായിട്ട് നൽകുകയും ചെയ്തു. ഇവിടെ കണ്ടോ, മന്ത്രമൂർത്തി യോഗീശ്വരസ്വാമി മന്ത്രമൂർത്തി മാടൻ തമ്പുരാൻ, അതിന്റെ സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ആ കുതിരയെ സമ്മാനമായിട്ട് ദുര്യോധനൻ കൊടുത്തു. പകരമായിട്ട് ദുര്യോധനൻ അശ്വത്ഥാമാവിന്റെ വ്യക്തിപരമായ വിധേയത്വം നേടിയെടുക്കുന്നു. ഈ അശ്വത്ഥാമാവ് ദുര്യോധനനോടുള്ള വിധേയത്വം മാത്രമല്ല, ദ്രോണർക്ക് ശരിക്കും ആ ഹസ്തിനപുരത്തോടുള്ള ആ ഒരു കടമയുണ്ടല്ലോ, ആ കടമയനുസരിച്ച് അദ്ദേഹം ആ വിധേയത്വം എന്ന് പറഞ്ഞാൽ ദ്രോണരുടെ കടമ അശ്വത്ഥാമാവ് ഏറ്റെടുക്കുകയാണ്. ഹസ്തിനപുരത്തോടും കൗരവരോടും ഒക്കെ അദ്ദേഹം വിധേയത്വത്തെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ പാറക്കെട്ടിന്റെ മുകളിലോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെയും ദാണ്ട വേറൊരു പ്രതിഷ്ഠയുണ്ട് കേട്ടോ. ഇവിടെ അഗസ്ത്യർ മുനിയുടെ മറ്റൊരു പ്രതിഷ്ഠ, അതും സങ്കല്പമാണ്. വിളക്ക് വയ്ക്കുക മാത്രമേ ഉള്ളൂ. ഒരു നെറ്റൊക്കെ അവിടെ ജസ്റ്റ് താൽക്കാലികമായിട്ട് വെച്ചിട്ടുണ്ട്. അശ്വത്ഥാമാവും അർജുനനും തമ്മിലുള്ള യുദ്ധത്തില് ബ്രഹ്മശിരാസ്ത്രം പ്രയോഗിക്കുമ്പോൾ അർജുനൻ അത് തിരിച്ചെടുക്കുകയും അത് തിരിച്ചെടുക്കാൻ അറിയാൻ വയ്യാതെ വന്ന അശ്വത്ഥാമാവ് ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് ബ്രഹ്മാസ്ത്രം തിരിച്ചുവിടുകയും ചെയ്യുന്നു. ദ്രൗപദി, സുഭദ്ര, സുദേക്ഷ്ണ എന്നിവരുടെ അഭ്യർത്ഥന പ്രകാരം കൃഷ്ണൻ ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ ബ്രഹ്മശിരാസ്ത്രത്തിന്റെ ഫലങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. അശ്വത്ഥാമാവിനെ നെറ്റിയിലെ രത്നം സമർപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും കൃഷ്ണൻ ശപിക്കുകയും ചെയ്തു. മുറിവുകളിൽ നിന്നും ചോരയും പഴുപ്പും ഒലിച്ചിറങ്ങി ആരോടും സംസാരിക്കാനില്ലാതെ 3000 വർഷം വനങ്ങളിൽ അലഞ്ഞു നടക്കുമെന്നാണ് അശ്വത്ഥാമാവിനെ ശപിച്ചത്. അങ്ങനെ അശ്വത്ഥാമാവ് പിന്നീട് ഒരിക്കലും കാണാതിരിക്കാൻ കാട്ടിലേക്ക് പോയെന്നാണ് പറയപ്പെടുന്നത്. അശ്വത്ഥാമാവ് ശരിക്കും അതിനുശേഷം ഇവിടെ ഒരു ഹനുമാന്റെ മറ്റൊരു പ്രതിഷ്ഠയും കൂടെ ഉണ്ട് കേട്ടോ. മുകളിൽ 2 പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇവിടെയും ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അശ്വത്ഥാമാവ് ശരിക്കും കലിയുഗത്തിൽ കൽക്കിയുടെ അവതാര സമയത്ത് ശരിക്കും കൽക്കിയുടെ സംരക്ഷകനായി മാറണം എന്നാണ് അദ്ദേഹത്തിന്, അങ്ങനെ ശാപമോക്ഷം ലഭിക്കുമെന്നാണ് ഭഗവാൻ കൃഷ്ണൻ വരം കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. എന്തായാലും സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കൽക്കി സിനിമ കണ്ടതിന് ശേഷം ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും രണ്ടാമതൊന്നുകൂടെ വരാൻ സാധിച്ചു. ഭഗവാന്റെ അശ്വത്ഥാമാവിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ വിശേഷങ്ങളും പേറുന്ന വളരെ മഹത്തരമായ ഒരു സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ സാധിച്ചു. ഞാൻ ഒരു റീലൊക്കെ ചെയ്തതുകൊണ്ട് ഈ ചെമ്പകത്തിൻ്റെ സൈഡിൽ നിന്ന് കണ്ടോ, ചെമ്പകത്തിൻ്റെ അടിയിൽ നിന്നുകൊണ്ടാണ് ഞാനൊരു റീലൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി, കൊള്ളാം. അപ്പോൾ ഇവിടെ നല്ല സൂക്ഷിച്ച് നമ്മൾ ഇറങ്ങുകയും കയറുകയും ചെയ്യാവൂ, ഇല്ലെങ്കിൽ ചിലപ്പം പണി കിട്ടും. അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കാല് തെറ്റിപ്പോയി കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് ആ ഭാഗത്ത് കണ്ടില്ലേ ഒരു തടാകം, അതേപോലെ തന്നെ കൃഷി സംബന്ധമായിട്ട് ഒന്ന് വയലാണെന്ന് തോന്നുന്നു, നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൻ്റെ ആഴം കണ്ടില്ലേ,
നല്ല ആഴത്തിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് കാലം തെറ്റിപ്പോയ ഞങ്ങളങ്ങനെ മുനിപ്പാറയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു നൊങ്ക് കട കയറി. ടീ സ്റ്റാള്, നൊങ്ക് സ്റ്റാള് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നട്ടുച്ച സമയമല്ലേ, നല്ല വിശപ്പും ദാഹമുണ്ട്. ഒരു നൊങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എനർജിയൊക്കെ കിട്ടും. ഇത് നമ്മള് മുനിപ്പാറയിൽ നിന്ന് തിരിച്ച് തിരുവല്ലത്തിന് വരുന്ന വഴിക്ക് കുറച്ച് ദൂരം, മുനിപ്പാറയിൽ നിന്ന് ഒരു ശകലം ദൂരം ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഒരു കടയാ. നല്ല ഫ്രഷ് നൊങ്ക് കിട്ടും ഇവിടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങള് ഈ നൊങ്ക് കടയിൽ കയറി. അപ്പൊ ഇവിടെ നൊങ്ക് മാത്രമല്ല, കണ്ടില്ലേ, ഒരുപാട് ജ്യൂസ് ഐറ്റംസ്, ചെറിയ ചെറിയ സ്നാക്സ്, ഉപ്പേരി, അതുപോലുള്ള മുറുക്ക്, അതുപോലുള്ള സ്നാക്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ബേക്കറി ഒന്നും ഇതിനകത്ത് ഇല്ല. കണ്ടില്ലേ, അടിപൊളി നൊങ്ക് അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോ ഇതൊന്ന് അടിപൊളിയായിട്ട് കുടിക്കാം. ഞാനേ ചേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് മാറിയിരുന്നു. കാരണം ഞാൻ നൊങ്ക് കുടിക്കുന്നത് കാണിക്കണമല്ലോ. നല്ല സൂപ്പർ നൊങ്കാ കേട്ടോ. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം.